യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ധ്യാനവാനിൽ ആത്മാഭിഷേക ധ്യാനം ആരംഭിക്കുകയാണ്. അപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഒരു ദിവസമാണ്. കാരണം നമ്മുടെ ഇടയിലുള്ള നമ്മളോടൊപ്പം വളരെ സജീവമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന സ്നേഹബഹുമാനപ്പെട്ട പ്രഭുദാസ് അച്ഛൻ്റെ 81ാമത്തെ ജന്മദിനമാണ്. 80 വർഷങ്ങൾ പിന്നിട്ട് ഇനി 81ാമത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് നല്ലവനായ ദൈവത്തിന് നന്ദി പറയാം. കാരണം അച്ഛനെക്കുറിച്ച് ദൈവത്തിന് നന്ദി പറയാനാണ് ഒരുപാടുണ്ട്. വളരെ ശാന്തശീലതയോടുകൂടെ വളരെ കൃത്യമായിട്ട് കണക്കുകളെല്ലാം നോക്കിക്കൊണ്ട് ഇവിടുത്തെ ശുശ്രൂഷയിൽ വളരെ സജീവമായിട്ട് പ്രയത്നിക്കുന്ന ഒരു വ്യക്തി കുടുംബയാണ്. നമുക്കറിയാം, രാത്രി ആരാധന ആയാലും വൺഡേ പ്രോഗ്രാം ആയാലും എപ്പോഴായാലും രാത്രി വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയൊക്കെ ആയിട്ട് ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് കടന്നു വരികയും അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ട് എവിടെയാണോ അച്ഛൻ്റെ ആവശ്യമായിട്ട് അച്ഛന് തോന്നുന്നത് അവിടെ വളരെ കൃത്യമായിട്ട് ആരുടെയും മുന്നറിയിപ്പൊന്നും കൂടാതെ തന്നെ വളരെ ശാന്തശീലമായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിക്കുടമയിലൂടെയാണ്. വലിയ ബഹളമോ അല്ലെങ്കിൽ പൊങ്ങച്ചമോ അങ്ങനെ യാതൊന്നുമില്ലാതെ വളരെ ശാന്തമായിട്ട് തന്നെയാണ് അച്ഛൻ്റെ എല്ലാ ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കുന്നത്. അത് വളരെ എത്രമാത്രം ഭംഗിയായിട്ട് അത് നിർവഹിക്കാൻ പറ്റും, അത്രമാത്രം ഭംഗിയായിട്ട് അത് നിർവഹിക്കുകയും ചെയ്യും. അപ്പോൾ അച്ഛൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം, IMS ജ്ഞാനവനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്. കാരണം നമുക്കറിയാം, നിങ്ങളിൽ തന്നെ അനേകരെ നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട അമൽദാസത്തിനെ പോലെ ഒരുപാട് ആൾക്കാരെ കുമ്പസാരിപ്പിക്കുകയും അതുപോലെ തന്നെ ആവശ്യമെന്ന് തോന്നിയാൽ കൗൺസിലിംഗ് നൽകിയൊക്കെ സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അച്ഛൻ്റെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നമുക്ക് അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. 81ലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാനൊക്കെ ശ്രദ്ധ നോക്കുകയാണ്, എൻ്റെ ജസ്റ്റ് ഡബിളിലും കൂടുതലാണ്. അപ്പോൾ എന്നിട്ടും യാതൊരു ആരോഗ്യപരമായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ, കാരണം അച്ഛൻ്റെ അടുക്കും ചിട്ടയമാണ്. രാവിലെ നേരത്തെ കിടന്നുറങ്ങും, അതുപോലെ അതിരാവിലെ എഴുന്നേറ്റ് നടക്കാനായിട്ട് ഇറങ്ങും. ഇങ്ങനെ അച്ഛൻ്റെതായിട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് പ്രിൻസിപ്പിളുണ്ട്, കാര്യങ്ങളുണ്ട്. അതാണ് അച്ഛൻ്റെ ആത്മീയതയും അച്ഛൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ അച്ഛൻ്റെ ഈ ശാന്തശീലമായിട്ടുള്ള ഈ വളരെ ഗൗരവമായിട്ടുള്ള ഈ ശുശ്രൂഷ, അതായത് ശാന്തശീലതയോടെ ഗൗരവമായിട്ട് കണ്ടുകൊണ്ട്, അതായത് ഈ ശുശ്രൂഷകളെ ഇങ്ങനെ ലാഘവത്തോട് കാണുന്ന ഒരു സ്വഭാവമല്ല. അതുപോലെ കണക്കായാലും ലാഘവത്തോട് കാണുന്ന ഒരു കാര്യമായിട്ട് അച്ഛൻ നോക്കുന്നില്ല. നല്ല ഗൗരവമായിട്ട് തന്നെയാണ് അച്ഛൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്. അപ്പോൾ അച്ഛനെ ഈ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിക്ക് നൽകിയ IMS ജ്ഞാനവന് നൽകിയ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം. ഒപ്പം തന്നെ IMS സഭയ്ക്ക് വേണ്ടിയിട്ട് ഈ അച്ഛനെ നൽകിയ അച്ഛൻ്റെ മാതാപിതാക്കൾ ഇപ്പോൾ ജീവിച്ചിരിപ്പിക്കില്ല, എന്നിരുന്നാലും അവരെ നമുക്ക് ഓർക്കാം. അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ അച്ഛൻ്റെ സഹോദരങ്ങൾ, 2 സഹോദരങ്ങൾ, ഒപ്പം തന്നെ നമുക്കറിയാം അച്ഛൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആത്മീയ ജീവിതത്തിൻ്റെ ഉടമകളാണ്. കാരണം ആകെയുള്ള മക്കളിൽ 5 സഹോദരിമാർ സിസ്റ്റേഴ്സാണ്. 5 സഹോദരിമാർ സിസ്റ്റേഴ്സാണ്. അതുപോലെ അച്ഛൻ വൈദികനുമായി. അപ്പോൾ 6 വ്യക്തികളെയാണ്, 6 മക്കളെയാണ് സഭയ്ക്ക് വേണ്ടിയിട്ട് നൽകിയത്, ഔദ്യോഗിക ശുശ്രൂഷയ്ക്കായിട്ട് നൽകിയത്. അപ്പോൾ അവരെയും നമുക്ക് ഓർക്കാം. അവരുടെ ശുശ്രൂഷയിൽ ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ. അതുപോലെ തന്നെ 2 സഹോദരങ്ങൾ കുടുംബജീവിതം നയിക്കുന്നുണ്ട്, അവരിലേക്കും ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അച്ഛനെ പൂർണ്ണമായും ഈ വിശുദ്ധ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അച്ഛന് വേണ്ടി, അച്ഛൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ജന്മദിനം കൊണ്ടാടുമ്പോൾ ഒരു ചിന്ത അതിനേക്കാൾ വരുന്നത് ദൈവത്തിന് നന്ദി പറയുക. എൻ്റെ ജീവന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ദൈവം എന്താണ്, അതുകൊണ്ടാണ് ഒരു ജീവൻ തന്നെ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം എപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ ആരെല്ലാം എൻ്റെ ജീവിതത്തിൽ കടന്നുകൊണ്ടോ, ആരെല്ലാം എന്നെ ഈ ജീവിതത്തിൽ മുമ്പോട്ട് ജീവിക്കുന്നതിനായി സഹായിച്ചിട്ടുണ്ടോ, അവരെ എല്ലാവരെയും ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുകയും ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദിയോടുകൂടി അവരെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും
ചെയ്യുന്നു. ഒരു കാര്യം ഞാൻ എപ്പോഴും ഓർക്കുന്നതാണ്, ജന്മദിനത്തെ പറ്റി പറയുമ്പോൾ വലിയ ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ ഭാരതത്തിലെ വലിയൊരു മിസ്റ്റേക്കായ എന്നതാണ് every child that is born here on earth reveals that God has not power in the world. ഈ ലോകത്തിലേക്ക് കടന്നു വീഴുന്ന ഓരോ കുഞ്ഞിൽ കൂടിയും ദൈവം വെളിപ്പെടുത്തുന്നതാണ്. ദൈവം ഒരിക്കലും ഈ ലോകത്തെ മറന്നില്ല, ലോകത്തെ സ്നേഹിക്കുന്നു. അത് വലിയൊരു സത്യമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വലിയൊരു സത്യം. എപ്രകാരമാണ് ദൈവം സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ, ഈ മനുഷ്യജാതിയെ മുമ്പോട്ട് നയിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മേലും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. ആ പദ്ധതി എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഊർജ്ജത്തോടുകൂടി ജീവിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥമുണ്ടാകുന്നത്. നമ്മുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ സാധിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യം. അപ്പോൾ നമ്മുടെ ജീവിതമൊക്കെ ഓരോ ദിവസവും നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത് എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി എൻ്റെ മേൽ എന്നുള്ളത്. നമുക്ക് കൂടെ ചിന്തിക്കുന്ന ഒന്നാണ്. ദൈവം കൃപയോടുകൂടി എനിക്ക് തൻ്റെ ദാനമായി ഈ ജീവൻ പ്രത്യേകമായിട്ട് ഈ എപ്പിഫാനി ദിവസത്തിൽ ജനിക്കുവാനുള്ള കൃപ തന്നു. ഞാൻ കൂടെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ദൈവം ഈ ദിവസം എനിക്ക് ഈ ജന്മം തന്നത് അല്ലെങ്കിൽ ജീവൻ തന്നത് എന്നുള്ളത്. അത് ഒത്തിരി പ്രചോദനം എൻ്റെ ജീവിതത്തിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എൻ്റെ ഈ ജന്മം ദൈവം എന്തുകൊണ്ടാണ് ഈ ദിവസം എനിക്ക് ജന്മം തന്നിരിക്കുന്നത്, ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമ്മളെ കൂടുതൽ ബോധ്യത്തോട് വളരുന്നതിനും വിശ്വസ്തയോടുകൂടി ജീവിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ലക്ഷ്യത്തിൽ ജീവിക്കുന്നതിനും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നതിനുള്ള കൃപ നമുക്ക് ദൈവം തന്നുകൊണ്ടിരിക്കുന്നു തുടർച്ചയായിട്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലി യോഗ്യതയോടുകൂടി അർപ്പിക്കുന്നതിനായിട്ട് നമ്മുടെ കുറവുകൾ, നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകൾ, ഇതെല്ലാം ഓർത്തുകൊണ്ട് കാരുണ്യവാനായ ദൈവത്തോടെ മാപ്പി യാചിച്ചുകൊണ്ട്